ഹലോ ഗുഡൻ ഡാഗ്. ഇത് ജർമ്മനിയിലെ ട്രിയർ സിറ്റിയാണ് കേട്ടോ. ജർമ്മനിയിലെ ഓൾഡസ്റ്റ് സിറ്റിയും ഇത് തന്നെയാണ്. ട്രിയറിലെ മെയിൻ സ്ക്വയറായ ട്രിയർ ഹാപ്റ്റ് മാർക്കറ്റ് സ്ക്വയറിൻ്റെ പരിസരത്തൂടെയാണ് ഞാൻ നടക്കുന്നത്. ഏകദേശം ക്രിസ്തുമസ് കഴിഞ്ഞ സമയത്തായിരുന്നു ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ മരത്തിൻ്റെ കുറച്ച് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഈ ഒരു പരിസരത്താണ് നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത്. അപ്പം മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റോളുകളാണ്. അതിൽ കുറച്ച് സ്റ്റോളുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്തുമസ് മാർക്കറ്റ് നവംബർ 20 മുതൽ ഡിസംബർ 22 വരെയാണ് ഉണ്ടാവുക. അതിനുശേഷം ഉള്ള ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സ്റ്റോളുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ക്രിസ്തുമസ് മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഒറിജിനൽ മരങ്ങളാണ് കേട്ടോ. ക്രിസ്മസ് മരങ്ങൾ പൈൻ, ഫിർ, സ്പ്രൂസ് എന്ന് പറഞ്ഞ മരങ്ങളൊക്കെ തന്നെയാണ് ക്രിസ്മസ് മരങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. വലുതും ചെറുതുമായ ഒരുപാട് ക്രിസ്മസ് മരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മരത്തിൻ്റെ സ്റ്റോളുകളാണ് ഉണ്ടായിരിക്കുക. കുറേ ആൾക്കൂട്ടം കണ്ടിട്ട് ഞാനൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ അവിടെ കണ്ടത്, ഇവിടെ കുറേ ആളുകൾ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുതിർന്നവരും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ ഈ ഒരു സ്കേറ്റിങ്ങിൽ. അതിന് തൊട്ടടുത്ത് കണ്ട സ്റ്റോളുകളിൽ നിന്നും സ്കേറ്റിംഗ് ഷൂ വാങ്ങിയിട്ട് വേണം ഈ ഒരു സ്കേറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. ഒത്തിരി പേര് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ സ്കേറ്റിംഗ് വശമില്ലാത്തത് കൊണ്ട് ഞാൻ ആ സാഹസത്തിന് പോയില്ല. എന്നാലും ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കിക്കണ്ട് നിന്നു കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയില്ല. ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റോളുകളിൽ ഈ ഒരു സ്കേറ്റിങ്ങും പിന്നെ കുറച്ച് ഫുഡിൻ്റെ സ്റ്റോളുകളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചധികം നേരം ഞാൻ സ്കേറ്റിങ്ങൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് പുറത്തേക്ക് നടന്നു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയപ്പോൾ കുറച്ച് വുഡൻ സ്റ്റോളുകളൊക്കെ കാണുന്നുണ്ട്. ക്രിസ്മസ് മാർക്കറ്റിൽ 90ഓളം ഡെക്കറേറ്റഡ് വുഡൻ സ്റ്റോൾസ് ഉണ്ടായിരിക്കുക. അതിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ഗിഫ്റ്റ്സ് ഉണ്ടായിരിക്കും, സ്വീറ്റ്സുകളുണ്ടായിരിക്കും, ടോയ് ഹണ്ടേഴ്സിനുള്ളതുണ്ട്, കാൻഡിൽ ഷോപ്പേഴ്സിനുള്ളതുണ്ട്, സ്പൈസ് ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും. ക്രിസ്തുമസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ക്രിസ്തുമസ് മാർക്കറ്റിലുണ്ടായിരിക്കും. ഞാൻ ആദ്യം കയറിയത് സ്കേറ്റിങ്ങിൻ്റെ ഭാഗത്തോടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് ട്രീസൊക്കെ വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറിജിനൽ മരങ്ങൾ തന്നെയാണ്, പ്ലാസ്റ്റിക്കുകളൊന്നും അല്ല. ക്രിസ്തുമസ് സീസൺ കഴിഞ്ഞതിന് ശേഷം ജനുവരി 6 അല്ലെങ്കിൽ 12 ദിവസം ഈ മരങ്ങളെല്ലാം കൂടെ റീസൈക്കിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വുഡൻ ചിപ്സായിട്ടോ അല്ലെങ്കിൽ വളമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ടാണ് ഈ മരങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരുപോലെ ജനങ്ങളുണ്ടാകുന്ന ഏരിയയാണ് കേട്ടോ. അതായത് ഇവിടെയാണ് ഒരുപാട് മാർക്കറ്റുകളുള്ളത്. എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. ക്രിസ്തുമസ് സീസൺ ആകുമ്പം ഒന്നുകൂടെ തിരക്ക് വർദ്ധിക്കുകയുള്ളൂ. ക്രിസ്തുമസ് ആയ കാരണം എല്ലായിടത്തും ക്രിസ്മസ് ട്രീസും ഡെക്കറേഷൻസും നല്ല രസമായിരുന്നു നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഓരോ ഭാഗത്തൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ സമയത്തും ഇതുപോലെ ഓരോരോ കാഴ്ചകൾ ഉണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തൂടെ നടന്നു പോകുമ്പം. വലുതും ചെറുതുമായ ഒത്തിരി ക്രിസ്മസ് ട്രീസ് അവിടെ ഉണ്ടായിരുന്നു. ഓരോ ഷോപ്പിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് ക്രിസ്മസ് ട്രീസൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. അങ്ങനെ ഓരോ ക്രിസ്മസ് ട്രീസും കണ്ട് ഞാനങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രിയർ എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് സിറ്റിയാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരുപാട് ഓൾഡസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഓൾഡസ്റ്റ് ഫാർമസി ഉണ്ട്, ഓൾഡസ്റ്റ് ചാപ്പിളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രിയർ ഗാലറി എന്ന് പേരുള്ളൊരു ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിലുള്ളൊരു വലിയ ക്രിസ്മസ് ട്രീ ആണ് കണ്ടത് കേട്ടോ. അങ്ങനെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ലാസ്റ്റ് നമുക്ക് പോർട്ട നിഗ്ര കാണാൻ പറ്റുന്നത്. പോർട്ട നിഗ്ര എന്ന് പറയുന്നത് ട്രിയറിലെ പുരാതന റോമൻ നഗര കവാടമാണ്. ഇതിൻ്റെ കളറ് പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പേരും വന്നിരിക്കുന്നത്. പോർട്ട നിഗ്ര എന്നാൽ ലാറ്റിൻ ഭാഷയിൽ കറുത്ത കവാട എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ക്രിസ്തുമസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ഡെക്കറേഷനാണ് കണ്ടത്. പോർട്ട നിഗ്രേൻ്റെ മുന്നിലും വലിയൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. ഇതാണ് പോർട്ട നിഗ്ര എന്ന് പറഞ്ഞ റോമൻ നഗര കവാടം. ഒരു ചെറിയ എൻട്രി ഫീയോട് കൂടെ ഈ പോർട്ട നിഗ്രേൻ്റെ അകത്ത് കയറി കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയാണ് ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ബസ് വന്നപ്പോൾ ബസ് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ച്യൂസ്.